ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. രാവിലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകണം കേട്ടോ. റൂമിൻ്റെ അകത്തൊക്കെ ഭയങ്കര ചൂടാണ്. പുറത്ത് ചെറിയ കാറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ചൂട് ദിവസം തന്നെയാണ്. മഴ പെയ്യുമെന്ന് അറിയില്ല. മഴക്കാരും കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ മഴ പെയ്ത് കിട്ടണമെങ്കിൽ സന്തോഷമായി. ഞങ്ങൾക്ക് പെയ്യോ? ചേട്ടൻ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പെയ്യുന്നു. നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ ഇന്നത്തെ സൺഡേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. കുർബാനയൊക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ചു പോരാണ് കേട്ടോ പള്ളിയിൽ നിന്ന്. അപ്പം ഇന്ന് പുറത്തൊക്കെ നല്ല കാറ്റും അത്ര വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ വീടിനകത്തേക്ക് കിടക്കുമ്പോഴേക്കും നല്ല ചൂടാണ്. കാലാവസ്ഥ മൊത്തത്തിൽ ചൂട് തന്നെയാണ്, ഭയങ്കര ചൂടാണ്. പക്ഷെ പുറത്ത് നമ്മൾ ഇറങ്ങിയൊക്കെ നിൽക്കണമെങ്കിൽ കാറ്റൊക്കെ ഉള്ളതിനോട് അത്രയും ഫീൽ ചെയ്യില്ല. അഞ്ചിൻ്റെ കാറ്റഗീസ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അഞ്ച് പോന്നിട്ടില്ല. ഞാനും ചേട്ടനും മാത്രമേ ഇപ്പോൾ പോന്നിട്ടുള്ളൂ. കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോകണമെന്ന് സൺഡേ ആണല്ലോ. അപ്പോൾ സൺഡേ ആണ് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞ ഷോപ്പിംഗ് ദിവസം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനടുത്തത് ആമസോണിൽ ഞാൻ കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിച്ച ഐറ്റംസ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിരിക്കുന്നതാണ്. ഡബിൾ ബെഡ്ഷീറ്റ് കേട്ടോ. 2 പില്ലോ കവറുണ്ട്. പില്ലോ കവർ ഇങ്ങനെ ഈ ഡാർക്ക് കളറിലാണ് പില്ലോ കവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പൊക്കെ കൊടുത്ത് ഇവിടെ നല്ല ഓപ്പണിങ്ങും എല്ലാം കൊടുത്ത് അങ്ങനെ 2 പില്ലോ കവർ. നല്ല കോട്ടൺ തുണിയാണ്. ബെഡ്ഷീറ്റ് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് പുറത്തുനിന്നുള്ളൊരു വ്യൂ. ഒരു സൈഡിൽ ഇങ്ങനെ ഡാർക്ക് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു നല്ല ഡാർക്ക് ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് അത്രയ്ക്കില്ല. ഈ സൈഡിൽ ഇതാ റെഡുമ്പതായി ഈ ഒരു ഡിസൈൻ. ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. മീഷോയിൽ നമുക്ക് 250 റുപ്പീസ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് 349 രൂപ. ഇത് മൾട്ടിപർപ്പസ് കിച്ചൺ ക്ലീനറാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റവ് കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കാനൊക്കെ ഇതിൻ്റെ ഈ ഒരു ലിക്വിഡൊന്ന് ഇത്തിരി നേരം ഒഴിച്ചിട്ടൊരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടുന്നുണ്ട്, നല്ല ഷൈൻ ആയി കിട്ടുന്നുണ്ട്. പക്ഷെ ആകെ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കുപ്പിയിൽ ഉള്ള ഇത്രയേ ഭാഗമുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പ്രേ കുപ്പിയാണിത്. അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് അങ്ങനത്തെ ഒരു ബോട്ടിലായതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് യൂസ് ചെയ്യാനൊക്കെ. 349 റുപ്പീസ് ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കി, വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷെ നമ്മളൊരു 10 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം, എന്നിട്ടേ വാഷ് ചെയ്യാവൂ. ഇനി നമുക്ക് അടുത്ത ഐറ്റം 2 വാൾപേപ്പർ വാങ്ങിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് തന്നെ സെയിം ഒരു സെറ്റും കൂടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്, വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ പൊട്ടിച്ച് കാണിച്ചത്. കിച്ചണിൽ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ ഒന്ന് വരുത്തുമെന്ന് വിചാരിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം തന്നെ ഞങ്ങൾക്കൂടെ ഭയങ്കര ചൂടാണ്. കിച്ചണിലൊന്നും കിടക്കാൻ വയ്യ, കുക്ക് ചെയ്യാനൊന്നും പറ്റാത്തത്ര അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ കിച്ചണിലേക്ക് ഒരു വാൾ ഫാൻ പിടിപ്പിക്കണം, അതാണ് മെയിൻ ഫസ്റ്റ് കാര്യം. അപ്പോൾ വാൾ ഫാൻ പിടിപ്പിക്കണമെങ്കിൽ കിച്ചണിലത്തെ സെറ്റിങ്സ് എല്ലാം, കിച്ചണിൽ റാക്ക് ഇട്ടേക്കുന്നതൊക്കെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ടേബിൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ കാറ്റ് കിട്ടുന്ന ഒരു പൊസിഷനിൽ വേണമല്ലോ നമ്മൾ ഫാൻ വെക്കണമെങ്കിൽ. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ചേഞ്ചസ് അങ്ങനെയാവും. പിന്നെ വാൾപേപ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കണം. കിച്ചണിൽ പുറത്തേക്കുന്നത് ഇപ്പോൾ 2-3 കൊല്ലമായി. അപ്പോൾ വളരെയധികം ചീത്തയായി തുടങ്ങി, ചെടി പിടിച്ചു തുടങ്ങി. അപ്പോൾ കാണുമ്പോൾ ആ ഒരു നല്ല ലുക്കൊക്കെ പോയി തുടങ്ങി. അപ്പോൾ നമുക്കൊന്ന് മാറ്റണമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ എന്തായാലും തുറക്കട്ടെ. അപ്പോൾ ഞാൻ 2 വാൾപേപ്പർ പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു സെറ്റ്. ഇങ്ങനെ ബ്ലൂ കളറ്. ഇത് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇത് ഒരു 2 കൂടെ മിക്സ് ആക്കി തന്നേക്കുന്നത് കേട്ടോ. ഞാനവിടുത്തെ 2 സെപ്പറേറ്റ് അല്ല, 2 കൂടെ ഒരു മിക്സ് ആക്കിയതാണ്. ഇതാണ് കേട്ടോ കിച്ചണിലേക്ക്. ഇപ്പോൾ തുറക്കാൻ ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല, കാണിച്ചു തരാമെങ്കിലും നിങ്ങളെ. ഇതാണ് കിച്ചണിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ സൈഡിലേക്ക് കൊടുക്കാൻ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം കൗണ്ടർ ടോപ്പിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് റെഡ് കളറാണ്, റെഡ് പ്ലെയിൻ. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് ഞാൻ നോക്കിയെടുത്ത ഒരു കളറാണ് കേട്ടോ ഇത്. പിന്നെ ഇത് കിച്ചണിൽ കിടക്കുന്ന റാക്ക് ബ്ലൂ കളറിലാണ്. അപ്പോൾ അതിൻ്റെ 2 സൈഡുകളും എനിക്കൊന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ റാക്കിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു കളർ ഞാൻ നോക്കിയെടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിൻ്റെ റേറ്റും 216 കേട്ടോ. ഇതിനായാലും 216, ഇതിനായാലും 216.
ഇത് രണ്ടും അവരിങ്ങനെ ഒരുമിച്ച് റോൾ ചെയ്തേക്കാം. ഞാനത് പറഞ്ഞാൽ തന്നെയായിട്ട് റോൾ ചെയ്തേക്കണേന്ന്. അപ്പോൾ തുറന്നപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ കണ്ടത്. അപ്പോൾ നമ്മൾ രണ്ടാമത് ഓർഡർ കൊടുത്തു എന്ന് പറയുന്നത് ഇതാണ്, ഈ റെഡ് എനിക്ക് തോന്നി കുറവാണെന്ന്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഏതാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല, ഇത് നോക്കട്ടെ. ഇതിനകത്തും ആ റെഡ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ റെഡ് നമ്മൾ ഓർഡർ കൊടുത്തേക്കുന്നത് എന്തായാലും വന്നിട്ടുണ്ട്. ഞാനടുത്ത 2 റോള് മാത്രമേ വന്നുള്ളൂ. അപ്പോൾ ഇനി ഒരെണ്ണം കൂടെ വരുമായിരിക്കുന്നു. അപ്പോൾ അവരെന്തായാലും ഒരുമിച്ച് തന്നിട്ടുള്ളത്. ഇതാണ് എക്സ്ട്രാ നമ്മൾ കൊടുത്തിരുന്ന 1 റോളും കൂടെ. അപ്പോൾ തികയുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ഞാൻ കിച്ചണിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കിച്ചൺ സെറ്റാക്കിയിട്ട് അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ശരിയാക്കാൻ പറ്റിയാൽ ശരിയാക്കിയിട്ട് നിങ്ങളെ വീഡിയോ കാണിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് പോകുന്ന പറഞ്ഞാൽ ഇന്ന് മെയിനായിട്ട് പോകുന്നത് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന വലിയ മാർക്കറ്റിലേക്കാണ്. ഞങ്ങൾക്ക് തേങ്ങയൊക്കെ വാങ്ങിക്കാനുണ്ട്. തേങ്ങയൊക്കെ വാങ്ങിച്ചതൊക്കെ കഴിഞ്ഞു. അപ്പോൾ തേങ്ങ അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ ഇത്തിരി ബൾക്കായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴും പോകണ്ട. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമുക്ക് തേങ്ങയ്ക്ക് കുറച്ച് റേറ്റ് കുറവിന് കിട്ടും. അപ്പോൾ ആ ഒരു മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകണം. അപ്പോൾ പോകാം. ഞങ്ങൾ രാവിലെ വന്ന ആ ഒരു കാലാവസ്ഥയൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ രാവിലെ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്ന കാലാവസ്ഥയൊന്നുമല്ല. ഇപ്പം നല്ല വെയിലായി, നല്ല ചൂടുമായി. പുറത്തും അകത്തൊക്കെ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഹോൾസെയിൽ മാർക്കറ്റാണ് വെജിറ്റബിൾസിൻ്റെ. നമുക്ക് ബൾക്കായിട്ട് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ വില കുറവിന് കിട്ടും. മറ്റുള്ള മാർക്കറ്റുകളിൽ നിന്ന് ഞങ്ങൾ സ്ഥിരമൊക്കെ പോയി വാങ്ങിക്കുന്ന മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വില കുറവിന് കിട്ടും ഇവിടെ. പക്ഷെ നമുക്ക് കുറച്ച് ദൂരം വരണം ഇവിടേക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് അധികം വരാത്തത്. ചൂട് കാരണം ചിലപ്പോൾ രാവിലെ തന്നെ തീർന്നിട്ടുണ്ടാവുമല്ലോ. അതും അറിയില്ല ഇനി അവിടുത്തെ തീർന്നു പോയില്ലേ എന്നൊന്നും. ഇപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറേ നാളെത്തിയിട്ടാണ് ഇന്നിപ്പോൾ ഈ മാർക്കറ്റിലേക്ക് പോകുന്നത്. നമ്മുടെ മുമ്പത്തെ വീഡിയോ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് കണ്ടവർക്കറിയാം. നമ്മൾ തുടക്കത്തിലൊക്കെ പല വീഡിയോസ് എടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു പോകുന്നതിൻ്റെയൊക്കെ. പക്ഷെ ഇപ്പോൾ കുറേ നാളായി ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ട്. ഇപ്പം ഇന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടച്ചോ ഇല്ലേ, തീർന്നോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. 1 കിലോ 80 രൂപ. ഇഞ്ചി. ഇവിടെ പച്ചമുളക് നോക്കിയാൽ നല്ല അടിപൊളി പച്ചമുളക് 1 കിലോ 40 രൂപ. കായ ഇവിടെ 30 രൂപ കിലോ. ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന മാർക്കറ്റിലൊക്കെ 50 രൂപ കേട്ടോ. ഇവിടെ 30 രൂപ. വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഒക്കെ നല്ല ഇഷ്ടം പോലെ കേട്ടോ. ഇഞ്ചിയൊക്കെ എന്തോരം കൂട്ടിയിട്ടങ്ങനെ അങ്ങോട്ടേക്കൊക്കെ മാർക്കറ്റാണ്. ഇതാ അവിടെയൊക്കെ ഇതാ ഫുൾ പച്ചക്കറികൾ, പല പച്ചക്കറികളാണ്. നമുക്ക് ഒരുവിധം എല്ലാ വെറൈറ്റീസും കിട്ടും. ഒരുപാട് പച്ചക്കറികളുണ്ട് ഇവിടെ. 40 രൂപ തക്കാളി. ഇവരിങ്ങനെ ഭയങ്കര വെയിൽ കാരണം ഷീറ്റൊക്കെ ഇട്ടേക്കാണ്. മോളിക്കോട് ജസ്റ്റ് ടാർപ്പായ പോലെ ഇഷ്ടം പോലെ പച്ചക്കറികളുണ്ട് കേട്ടോ. ചേട്ടൻ എന്താ വെണ്ടക്കായ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 150, 160. 200 rupees 5 kg onion. 200 rupees 5 kg. 5 kg onion. നമ്മൾ സബോള ഒരു 10 കിലോ എടുക്കുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ ഒരുമിച്ച് അധികം വാങ്ങിക്കണമെങ്കിൽ നമുക്ക് വില കുറവുണ്ട്. അതാണ് നമുക്ക് ലാഭവും. അപ്പോൾ 200 രൂപയാണ് നമുക്ക് 5 കിലോയ്ക്ക്. അപ്പോൾ നമ്മൾ 10 കിലോ എടുത്താൽ 400 രൂപയല്ലേ ആവണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 10 കിലോ കൊണ്ടുപോയി നമ്മൾ വീട്ടിൽ വെച്ചാലും കേടൊന്നും ആവില്ല. ഇപ്പം നല്ല ചൂടൊക്കെയുള്ള സമയമായതുകൊണ്ട് തന്നെ ഒന്ന് വിരിച്ചിടണമെന്ന് മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു 5 കിലോ എടുക്കുന്നുള്ളൂ. ഉരുളക്കിഴങ്ങൊക്കെ ചിലപ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഉരുളക്കിഴങ്ങിന് 160 രൂപ, 155 രൂപയ്ക്ക് തരാമെന്ന് പറയുന്നു. വെളുത്തുള്ളിയൊക്കെ പല വെറൈറ്റി കേട്ടോ. ചെറുത് വലിയതൊക്കെ നല്ല വെളുത്തുള്ളി. വലിയ ചുളയുള്ളത് 240 രൂപ. അതിന് ചേട്ടനിപ്പോൾ ഇതായി എടുത്ത് കാണിക്കുന്നത് 240 രൂപ. വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് 240 രൂപയുടെ. അതാണ് നല്ല വലിയ ചുളയായിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് തൊണ്ട് കളയാനൊക്കെ നല്ല എളുപ്പമാണ്. തക്കാളി ഇതാപ്പോൾ ഇവർ 220 രൂപ 5 കിലോ.
നമുക്ക് ശരിക്കും ഇവിടുന്ന് നമ്മൾ വന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്നത് നല്ല ലാഭമാണ്. പക്ഷെ വരേണ്ട ഒരു ഡിസ്റ്റൻസ് ഓർത്തും പിന്നെ ടൈമൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാത്തത്. അപ്പോൾ ചേട്ടൻ എന്തായാലും ഇത് അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട് 5 കിലോ തക്കാളി, കുക്കുംബർ, വഴുതനങ്ങ, കോവയ്ക്ക, വെണ്ടക്കായ, ചേമ്പ്, അങ്ങനെ ഒരുപാട് പച്ചക്കറികളോട് വെച്ചിട്ടുണ്ട്. പിന്നെ ചിരക്ക, ബീറ്റ്റൂട്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എടുക്കാം. നല്ല രസം അങ്ങനെ ഇവിടെ എല്ലാവരും അടുത്തടുത്തായിട്ട് ഇങ്ങനെ വെച്ച് വിറ്റുകൊണ്ടിരിക്കുന്നത് കാണാൻ. ക്യാബേജ്, ഈ ഏരിയയൊക്കെ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നാരങ്ങ, അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് ഇവിടെ. ഭയങ്കര വെയിലാട്ടോ, ഭയങ്കര വെയിലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഏരിയയിലേക്ക് വന്നേക്കണം. അവിടെ ദാ അങ്ങ് മാങ്ങ, പഴം, പിന്നെ മാതള നാരങ്ങ, ഇവിടെയൊക്കെ ദാ പല സൈസ് മാങ്ങകളുണ്ട്, ആപ്പിള്, അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെയുണ്ട്. ഈ സൈഡിലുണ്ട്. ഫ്രൂട്ട്സിൻ്റെ ഒരു ഏരിയയാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിയേക്കണം. നല്ല അടിപൊളി മാങ്ങയാണ്. ഇതിന് 50 രൂപ 1 കിലോ. 1 കിലോ 50 രൂപ. പക്ഷെ വലിയ മാങ്ങയാണ്. 4 വയ്ക്കുമ്പോഴേക്കും 1 കിലോ ആവും. 4 വേണ്ടല്ലേ, 2 വയ്ക്കുമ്പോഴേക്കാവും. ഇപ്പം എന്തായാലും ഇത് വാങ്ങിക്കാന്ന് വിചാരിക്കുന്നത്. നല്ല സ്വീറ്റാണ് കേട്ടോ, നല്ല മാങ്ങയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പച്ചക്കറി മാർക്കറ്റിൽ പോയി ആവശ്യം കുറച്ച് വേണ്ട ഐറ്റംസുകളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, സബോള, തക്കാളി, അതൊക്കെയാണ് നമുക്ക് കൂടുതൽ ആവശ്യമുള്ള ഐറ്റംസ്. അപ്പോൾ അങ്ങനത്തെ വാങ്ങിച്ചു. പച്ചക്കറിയൊക്കെ വളരെ കുറവ് വാങ്ങിച്ചിട്ടുള്ളൂ, അത് വാങ്ങിച്ചു. പിന്നെ മാങ്ങ വാങ്ങി, തേങ്ങ വാങ്ങിച്ചു. തേങ്ങ നമുക്ക് 21 രൂപ പീസിനായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയ്ക്ക് 21 രൂപ, ആ ഒരു റേറ്റിൽ നമുക്ക് തേങ്ങ കിട്ടി. അപ്പോൾ ഞങ്ങളൊരു 25 തേങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. തേങ്ങ നമ്മളിപ്പോൾ അവിടുത്തെ നമ്മുടെ സ്ഥലത്ത് നിന്ന് മേടിക്കണമെങ്കിൽ 40 രൂപ കൊടുക്കണം. ഞങ്ങളുടെ മാർക്കറ്റിൽ നിന്ന്, നമ്മുടെ സ്ഥിരമൊക്കെ പോകുന്ന മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഒരു തേങ്ങയ്ക്ക് 40 രൂപ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ വാങ്ങിയതുകൊണ്ട് 21 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 25 തേങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാളത്തേക്കായല്ലോ. പിന്നെ ഭയങ്കര വെയിലും ചൂടും, നമുക്കൊന്ന് പീസ്ഫുള്ളി ഒന്ന് പച്ചക്കറികൾ നോക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത അത്രയും ചൂടാണ്. രാവിലത്തെ അവസാന പേജ് മഴ പെയ്യുന്നു. മഴക്കാലം ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഇതാ മഴക്കാരമൊക്കെ നോക്കി. ചേട്ടനെന്ന് രാവിലെ തന്നെ പറഞ്ഞതാ ഇന്ന് മഴ പെയ്യും ഉറപ്പാന്നൊക്കെ. അറിയില്ല ഇനി വൈകുന്നേരം ആവുമ്പോൾ ഇവിടെ ഏത് നിമിഷവും മാറാട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇന്നത്തെ കണ്ടീഷൻ കണ്ടിട്ട് വൈകുന്നേരം വരെ മഴ പെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ എന്തായാലും അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകണം. നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ വീഡിയോയിൽ. ആവശ്യം പച്ചക്കറികൾ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ഉണ്ട്. പക്ഷേ ഞങ്ങളങ്ങനെ അധികം വാങ്ങിയില്ല, കാരണം ഞങ്ങളാകെ 3 പേരുള്ളൂ. പിന്നെ കുറേ പച്ചക്കറി വാങ്ങിച്ചു വെച്ചിട്ട് അത്രയ്ക്ക് ആവശ്യം വരുന്നില്ല. പക്ഷെ മറ്റ് ഐറ്റംസൊക്കെ സബോള, ഉരുളക്കിഴങ്ങെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും വേണ്ട ഐറ്റംസാണ് സബോള. അതുപോലെ തന്നെ തക്കാളി ആയാലും, തക്കാളി ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഐറ്റമാണ്. എല്ലാത്തിലും തക്കാളി വേണം. പരിപ്പ് കറി വെച്ചാലും തക്കാളി വേണം, ചിക്കൻ കറി വെച്ചാലും തക്കാളി വേണം, മുട്ടക്കറി വെച്ചാലും തക്കാളി വേണം. എല്ലാ ഐറ്റംസിലും നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഐറ്റമാണ് തക്കാളി. അതുകൊണ്ട് തക്കാളി ഇത്തിരി അധികം വാങ്ങിയിട്ടുണ്ട്. സബോളയും ഉരുളക്കിഴങ്ങ് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു പോകണം. 5 രൂപ കൊണ്ടുവന്നെങ്കിൽ 5 വീട്ടിലാണ്. ഞാനും ചേട്ടനും മാത്രമേ ഇന്നത്തെ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് വന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.